എനിക്കൊരു വിവരം ഉണ്ടായി. നിനക്ക് വിവരം ഉണ്ടായോ? നിനക്കത് കഥ വായിച്ചപ്പോഴാ വിവരം വെച്ചാ? ഗ്രാമസഭയ്ക്ക് പോയപ്പോഴാ? അതെന്താ ഗ്രാമസഭയ്ക്ക് പോയപ്പോ എന്ത് വിവരം വെച്ചേ? സ്ത്രീ ശാക്തീകരണം. എന്നാന്ന് ഒന്നുകൂടെ പറഞ്ഞേ. എന്താന്ന്? സ്ത്രീ ശാക്തീകരണം. എന്തുവാ സ്ത്രീ ശാക്തീകരണം? സ്ത്രീകൾക്ക് ശക്തി കുറയാൻ കാരണം വീട്ടില് പേടിച്ച് മൂളിച്ചിരിക്കുന്നതാണ്. കാരണം പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെ പുറത്തൊക്കെ ഇറങ്ങി ജോലി ചെയ്യണം. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണത്തിലൊക്കെ പെസ്റ്റിസൈഡ്സ് ഉണ്ട്. എന്തുണ്ട്? പെസ്റ്റിസൈഡ്. എന്തോന്ന് ഒന്നുകൂടെ പറഞ്ഞേ. കെമിക്കലൊക്കെ ഒഴിക്കും. കെമിക്കലൊക്കെ ഒഴിക്കും. അപ്പൊ നമ്മളത് കൂടുതൽ കഴിയുന്നോളം നമ്മുടെ ശരീരത്തെ അത് ബാധിച്ചിട്ടില്ല. തൊഴിലുറപ്പ് വെച്ചാൽ എന്ത്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൃത്യമായ ജോലി കിട്ടും. ഒരേ പൈസ കിട്ടും. തുല്യ വേതനം കിട്ടും. സ്ത്രീ പുരുഷന്മാർ ആശ്രയിക്കുന്ന ഒരു ജോലിയാണ് തൊഴിലുറപ്പ്. പൈസ വേണ്ടി നിൽക്കണ്ട. എന്നാണ്? പൈസക്ക് വേണ്ടി നിൽക്കണ്ട. പൈസക്ക് വേണ്ടി നിൽക്കണ്ട. പിന്നെ എന്തിനു വേണ്ടി നിൽക്കണം? പുരുഷന്മാരുടെ അടുത്ത് പൈസക്ക് വേണ്ടി നിൽക്കണ്ട. തൊഴിലുറപ്പിന് പോയാൽ സർക്കാർ നമുക്ക് കാശ് തരും. മനസ്സിലായി. ജോലി ചെയ്യുമ്പോ നമുക്ക് പൈസ കിട്ടൂലോ. കിട്ടും. സ്ത്രീകൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇറങ്ങിച്ചെല്ലൂ. നീ ഇറങ്ങിച്ചെന്നോ? എപ്പോ ഇറങ്ങിച്ചെന്നു? ഇന്ന് രാവിലെ ഗ്രാമസഭയിൽ ചെന്നതോടുകൂടി നീയും ഇറങ്ങിച്ചെന്നു. സ്ത്രീ ശാക്തീകരണമായി. നീ എത്ര സ്ത്രീകളെ ഇനി ശാക്തീകരിക്കും? നമ്മൾ പുരുഷന്മാരുടെ അടിമയല്ല. ശരിയാണ് മക്കളെ, നമ്മൾ പുരുഷന്മാരുടെ അടിമകളല്ല. പോരച്ച് നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം. ജോലി ചെയ്യണം. ജോലി ചെയ്യുമ്പോ പുരുഷന്മാർക്ക് സമാധാനം ഇരിക്കണം. പുരുഷന്മാർക്ക് സമാധാനം കൊടുക്കണം. അങ്ങനെയാണോ? പുരുഷന്മാർക്ക് സമാധാനം കൊടുക്കണം. പുരുഷന്മാരുടെ ഒപ്പ് വാങ്ങിക്കണം. ഒപ്പായിരിക്കണം. പുരുഷന്മാരുടെ ഒപ്പമായിരിക്കണം. അതെ. സ്ത്രീകളോട് തുല്ലിടണം. പുരുഷന്മാര് സ്ത്രീകളോട് തുല്ലിടണം. ഇതൊക്കെയാണോ നിനക്ക് വിവരം വെച്ചത്? ഗ്രാമസഭയിൽ കിട്ടിയ വിവരം? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അംഗീകരിക്കില്ല. പറഞ്ഞത് സത്യ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അംഗീകരിക്കരുത്. പിന്നെ അത്രയാണോ പഠിച്ചുള്ളൂ? മതിയിലോ? അത്യാവശ്യം ജീവിക്കാനുള്ള വിവരം ആയല്ലോ.
ബാലസഭയ്ക്ക് പോകുമ്പോ ബാക്കി പഠിക്കും. ബാലസഭയിലോ അതോ എന്നെ തന്നെ തെറ്റിച്ചു. ഗ്രാമസഭയ്ക്കോ? ഹലോ